കാഞ്ഞങ്ങാട് നഗരസഭയിലെ തീരദേശ മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിലൂടെ ഹൈടെക് ഹൈസ്കൂൾ ബ്ലോക്ക് കെട്ടിടം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ഇതോടൊപ്പം കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെയുള്ള മറ്റൊരു പ്രധാന വികസനമാണ് മലയോര പാതയിലെ മടിക്കൈ പുളിക്കാൽ പാലം. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂൾ ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഹൈടെക്കായി മാറിയിട്ട് 1.5 വർഷത്തോളമായി. 9 ക്ലാസ് മുറികളോടുകൂടിയ പൊതുവിദ്യാലയ കെട്ടിടം വിശാലമായ IT ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ വികസന കുതിപ്പിന്റെ അടയാളമായി ഉയർന്നു നിൽക്കുന്നു. 3 കോടി രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടം വിദ്യാലയ അന്തരീക്ഷത്തിൽ വർഷങ്ങളായി കുട്ടികളും അധ്യാപകരും അനുഭവിച്ച പരിമിതികളും പ്രയാസങ്ങളും ഇല്ലാതാക്കിയതായി സ്കൂൾ ഹെഡ്മാസ്റ്റർ പറഞ്ഞു. വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയായതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ന് കാഞ്ഞങ്ങാട് സൗത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പൊതുവിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ഉപയോഗിച്ചുള്ള ഈ കെട്ടിടത്തിൽ മാത്രം 10ഓളം ക്ലാസ് മുറികൾ, അതിൽ 9 ക്ലാസ് മുറികളും പെൺകുട്ടികൾക്കുള്ള ഒരു വിശ്രമ മുറിയും ഉൾപ്പെടുന്നുണ്ട്. IT ലാബ് കൂടി ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വിദ്യാലയം സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരിമിതിയായിരുന്നു ആവശ്യത്തിന് കുട്ടികൾക്ക് മൂത്രപ്പുര ഇല്ല എന്നുള്ളത്. അതുകൂടി പരിഹരിക്കാൻ ഈ കിഫ്ബി ബിൽഡിങ്ങോടുകൂടി സാധിച്ചിട്ടുണ്ട്. 50ഓളം അധ്യാപകർക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളോടുകൂടിയ സ്റ്റാഫ് റൂം, സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ കാര്യാലയം, പെൺകുട്ടികൾക്കുള്ള വിശ്രമമുറി, ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് കിഫ്ബിയിൽ നിർമ്മിച്ച ഹൈസ്കൂൾ കെട്ടിടം. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരന്റെ മികച്ച ഇടപെടലുകൾ പ്രതിസന്ധികളെ മറികടന്ന് കെട്ടിടം പണി യഥാക്രമം പൂർത്തീകരിക്കുന്നതിന് ഏറെ സഹായകരമായെന്ന് സ്കൂൾ അധ്യാപികയായ ശാരദ പറഞ്ഞു. ഈ 3 കോടിയുടെ ബിൽഡിംഗ് വന്നതോടുകൂടി ഞങ്ങളുടെ കുട്ടികൾക്ക് കയറിയിരിക്കാൻ നല്ലൊരു ക്ലാസ് മുറിയായി. അത് ഹൈടെക് ആവുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലാസ് മുറികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല ഓഫീസ് മുറി നമുക്ക് സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും സൗകര്യപ്രദമായ ഇതിൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് മുകളിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല നിലയിൽ ക്ലാസ് മുറികളെ സജ്ജീകരിക്കാൻ 3 കോടി രൂപയുടെ കിഫ്ബി വഴി വന്ന ബിൽഡിംഗ് കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 3 കോടി രൂപ വീതം ചിലവിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ 7 വിദ്യാലയങ്ങൾക്ക് കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം നിർമ്മിച്ചതായി E ചന്ദ്രശേഖരൻ MLA വിശദമാക്കി. മണ്ഡലത്തിൽ 21 വിദ്യാലയങ്ങൾക്ക് കിഫ്ബി ഫണ്ടിലൂടെ കെട്ടിടം പണിതിട്ടുണ്ട്. MLA പറഞ്ഞു. 21 വിദ്യാലയങ്ങൾ, അതിൽ പ്രത്യേകിച്ച് 1 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയമായി ഉയർത്തുന്നതിന് വേണ്ടി കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അത് കൂടാതെ 7 വിദ്യാലയങ്ങൾ 3 കോടി രൂപ, 3 കോടി രൂപ വീതമുള്ള കെട്ടിടങ്ങൾ, 13 വിദ്യാലയങ്ങൾക്ക് 1 കോടി രൂപ വീതമുള്ള കെട്ടിടങ്ങൾ. ആ 1 കോടി രൂപയുടേത് പിന്നീട് റിവേഴ്സ് എസ്റ്റിമേറ്റൊക്കെ വന്നപ്പോൾ 1 കോടി 30 ലക്ഷമൊക്കെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കാലയളവിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു മാത്രം വരാനിടയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ, ജില്ലയിൽ നടപ്പാക്കാൻ, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അത്തരം പദ്ധതികൾ നടപ്പാക്കാൻ സഹായകരമായ പദ്ധതിയാണ് കിഫ്ബി പദ്ധതി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ വികസന പ്രവർത്തനത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം. ആ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കിഫ്ബി പദ്ധതിയിലൂടെ ഉണ്ടായ നേട്ടം എടുത്തു കാണിക്കാൻ കഴിയും ഏത് കാലത്തും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. VVHSS ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് 3 കോടി രൂപയുടെ പദ്ധതിയാണ്. വളരെ മനോഹരമായ രീതിയിൽ ആ സ്കൂൾ സ്കൂളിന് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ മറ്റൊട്ടേറെ വിദ്യാലയം, ഞാൻ പറഞ്ഞില്ലേ 7 വിദ്യാലയങ്ങൾക്ക് ഇതുപോലെ 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച സ്കൂളിന്റെ പുതിയ കെട്ടിടം 2024 ഒക്ടോബർ മാസത്തിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് ഉദ്ഘാടനം ചെയ്തത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം എടുത്തു പറയേണ്ടതാണ് മലയോര മേഖലയിലേക്കുള്ള റോഡ് പാലങ്ങളുടെ വികസനം. അതിൽ പ്രധാനമാണ് മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെയുള്ള പുളിക്കാൽ പാലം. കാഞ്ഞങ്ങാട് നീലേശ്വരം ദേശീയപാതയിൽ നിന്ന് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വെള്ളരിക്കുണ്ട്, കിനാനൂർ, കരിന്തളം, കോടോമ്പേളൂർ പ്രദേശങ്ങളിലേക്ക് കടന്നുപോകുന്ന പാതയിലാണ് കിഫ്ബി ഫണ്ടിലൂടെ മടിക്കൈ പുളിക്കാൽ പാലം യാഥാർത്ഥ്യമാക്കിയത്. കാലപ്പഴക്കം കാരണം തകർച്ച നേരിട്ടതും വീതി കുറഞ്ഞതുമായ പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലം വീതി കൂട്ടി പണിതത്. ബസ്സടക്കം പോകുന്ന പാതയിൽ കിഫ്ബിയിലൂടെ പാലം വികസനം വന്നത് മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിന് ഏറെ ഗുണകരമായെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പോൾ കാഞ്ഞങ്ങാട് പടന്നക്കാട് മുതൽ വെള്ളരിക്കുണ്ട് വരെ നീളുന്ന പാലത്തിൻ്റെ റോഡിൻ്റെ വർക്കാണ്. അത് ആദ്യഘട്ടം എന്ന രീതിയിൽ 3 പാലാണ് നമുക്ക് പാസ്സായത്. ഒന്ന് പുളിക്കാൽ, ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ആനപ്പെട്ടി, അതുപോലെ 3 പാലം. അപ്പോൾ ഇതൊരു 3.25 കോടി രൂപ കിഫ്ബിൻ്റെ ഫണ്ട് വകയിരുത്തിയിട്ട് അനുവദിച്ചാണ്. ഞങ്ങളൊരു 10-50-40 വർഷം മുമ്പേ ഇവിടെ ഒരു പാലം ഇത് വെള്ളം തടഞ്ഞിരുന്ന VCB ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് അതിങ്ങനെ ഇതായ സമയത്ത് നാട്ടുകാർ നിരന്തര ആവശ്യം ഈ പ്രാവശ്യത്തെ ഈ ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പരിഗണിച്ചു. പിന്നീട് അതിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും വരാനുണ്ടത്രേ. അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഏതായാലും ഈ പ്രാവശ്യത്തെ ഇങ്ങോട്ട് മടിക്കയുടെ മാത്രമല്ല, ഏകദേശം കൊന്നക്കാട് വരെയിലെ ഏരിയക്കകത്തേക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു റോഡ് പാലമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായ വർക്ക് വരുമ്പോൾ മറ്റേ റോഡിൻ്റെ പണിയും കൂടെ വരുമ്പോൾ വെള്ളരിക്കുണ്ടിലേക്ക് കാഞ്ഞങ്ങാടുന്ന് അല്ലെങ്കിൽ പടന്നങ്കാട് നിന്ന് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപാട് കിലോമീറ്ററിൻ്റെ ഇത് വരും. പിന്നെ ഒരുപാട് ഇപ്പം മടിക്കൈ പഞ്ചായത്തിൽ തന്നെ ഒരു 5-6 വാർഡുകൾ ഇതിൻ്റെ അപ്പുറം പ്രദേശത്ത് കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം യാത്രക്ക് സുഖമായി. യാത്രക്ക് മാത്രമല്ല, അവരെ കാർഷികോൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എത്തിക്കാനും മറ്റ് ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലൊരു ഇതാണ് പാലാന്ന് വന്നത്. ഇതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ആനപ്പെട്ടിയിലൊരു പാലത്തിൻ്റെ പണി നടന്നു വരുന്നുണ്ട്. അത് വെള്ളരിക്കുണ്ട് വരെ എത്തിച്ചേരുന്ന ഒരു 30-40 കിലോമീറ്റർ വരുന്ന രീതിയിൽ വലിയൊരു പ്രൊജക്റ്റാണ്. പഴയ പാലത്തിന്റെ വീതി കുറവും കാലപ്പഴക്കവും ഇതുവഴി ചരക്ക് ലോറികൾ ഉൾപ്പെടെ മലയോരത്തേക്ക് പോകുന്നതിന് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ദീർഘകാലമായുള്ള നാടിന്റെ ആവശ്യമാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. തോണി കിടന്നിട്ടാ പോലും പണ്ട്, പിന്നെ ഒരു അണക്കെട്ട് ചെറുതുണ്ടായി, അപ്പോൾ അമ്മയിലേ പോയി. പിന്നെ ഇത് വന്ന ഭയങ്കര ഗുണമാണ് നമുക്ക്, നാട്ടിലല്ല നമുക്ക് മാത്രമല്ല എല്ലാവർക്കും. കിഫ്ബി പദ്ധതിയിൽ 3,29,00,000 രൂപ ചെലവിലാണ് പുളിക്കാൽ പാലം യാഥാർത്ഥ്യമാക്കിയതെന്ന് E. ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. പുളിക്കാൽ പാലം എന്ന് പറയുന്ന പാലം നമ്മുടെ നേരത്തെ ഒരു നിർദ്ദിഷ്ട റോഡിൻ്റെ ഭാഗമായി വന്നതാണ്. 3 പാലങ്ങൾ, പുളിക്കാൽ, ആനപ്പെട്ടി, ബാനം, ഈ 3 പാലങ്ങൾ ഉൾപ്പെടെയുള്ളതും ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പുളിക്കാൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. ആനപ്പെട്ടി പാലവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസത്തിനകത്ത് അതിൻ്റെ ഉദ്ഘാടനം പോലും നിർവഹിക്കാൻ കഴിയും. ബാനം പാലത്തിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. വലിയ വികസനമുണ്ടായി. ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുണ്ടാകേണ്ട വികസനങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടമാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന റോഡിന്റെ കയറ്റവും ഇറക്കവും കുറച്ചത് അപകട സാധ്യതകളെയും ഇല്ലാതാക്കി. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് കിഫ്ബിയിൽ നിർമ്മിച്ച മടിക്കൈ പുളിക്കാൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുളിക്കാൽ പാലത്തിനൊപ്പം മലയോര മേഖലയിലേക്കുള്ള പാതയിൽ ആനപ്പെട്ടി, ബാനം പാലങ്ങളുടെ നിർമ്മാണങ്ങളും നടന്നു വരികയാണ്. ചാലുകൾക്കും പുഴകൾക്കും കുറുകെ നിരവധി പാലങ്ങൾ, ഒട്ടേറെ റോഡ് വികസനങ്ങൾ, പൊതുവിദ്യാലയങ്ങളിൽ നവീകരിച്ച പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ കിഫ്ബിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഇതിനകം നടപ്പാക്കിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.